ഈ ശബ്ദപരിധിക്കുള്ളിൽ ഞങ്ങളുടെ ശബ്ദം ശ്രവിച്ചുകൊണ്ടിരിക്കുന്ന നല്ലവരായ ദേശനിവാസികൾ, പ്രഭാതത്തിൽ വിവിധ സ്ഥലങ്ങളിൽ ലഹരിവിരുദ്ധ ബോധവൽക്കരണ സന്ദേശയാത്രയായി അതോടൊപ്പം തന്നെ സത്യസുവിശേഷത്തെ ദേശത്ത് വിളംബരം ചെയ്തുകൊണ്ട് പ്രഭാതത്തിൽ തുടങ്ങിയ ഈ മീറ്റിംഗ് ഇന്ന് ഈ സമയം സ്നേഹതീരത്തിൻ്റെ ഈ പ്രദേശങ്ങളിൽ കടന്നു വന്ന് നിങ്ങളോടുമായി പങ്കുവെക്കുവാൻ, നിങ്ങളുമായി അഭിസംബോധന ചെയ്ത് സംസാരിക്കുവാൻ ഇങ്ങനെ ഒരു അവസരം ലഭിച്ചതിനായി ക്രിസ്തുവിൽ ഞാൻ നന്ദി പറയുകയാണ്. ഈ ദേശത്തെയും ദേശനിവാസികളെയും മാതാപിതാക്കളെ, ചെറുപ്പക്കാരെ, കുഞ്ഞുങ്ങളെയൊക്കെ ഞങ്ങൾ ക്രിസ്തുവിൽ വന്ദനം ചൊല്ലുകയാണ്. ഞങ്ങൾ ഈ ദേശത്ത് കടന്നു വന്നതിൻ്റെ നർമ്മപ്രധാനമായ ഉദ്ദേശം എന്തെന്ന് ചോദിച്ചാൽ, ഇന്ന് നമ്മുടെ സമൂഹത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന അക്രമങ്ങളും അതിക്രമങ്ങളും അതുപോലെ തന്നെ മദ്യത്തിനും മയക്കുമരുന്നിനും അടിമകളായി അനേക ചെറുപ്പക്കാർ, സഹോദരി സഹോദരന്മാർ നശിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലേക്ക് നാം എത്തിപ്പെട്ടിരിക്കുകയാണ്. പണ്ട് കാലഘട്ടങ്ങളിൽ നമ്മുടെ മാതാപിതാക്കളോട് സംസാരിക്കുമ്പോൾ അവരുടെ വാക്കുകൾ നാം ശ്രദ്ധിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നത് ഒന്നുണ്ട്. പണ്ടിതുപോലെ ഇത്രമാത്രം അക്രമങ്ങൾ നമ്മുടെ സമൂഹത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നതായി നമുക്ക് കാണുവാൻ കഴിയത്തില്ല. ചുരുക്കം പേർ മാത്രം മദ്യത്തിനും മയക്കുമരുന്നിനും അടിമപ്പെട്ട് പാപത്തിൻ്റെ സ്വഭാവത്തിൽ കടന്നുപോയിക്കൊണ്ടിരുന്ന ഒരു സമൂഹമായിരുന്നു പണ്ടുള്ള കാലഘട്ടങ്ങൾ എന്നുള്ളത് പരിശോധിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയും. പ്രിയ സുഹൃത്തെ, ഞങ്ങളിവിടെ വന്നതിൻ്റെ ഉദ്ദേശം നമ്മുടെ കലാലയങ്ങളിലും സ്കൂളുകളിലും അങ്ങനെ പല സ്ഥലങ്ങളിലും ഗവൺമെൻറ് പോലും പലർക്കും ലഹരി വിരുദ്ധ ബോധവൽക്കരണം അവർക്ക് നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു സംഭവം നമുക്ക് കാണുവാൻ കഴിയും. പലർക്കും അതിൽ നിന്ന് മോചനം പ്രാപിക്കുവാൻ കഴിയാതെ വീണ്ടും മദ്യത്തിനും മയക്കുമരുന്നിനും അടിമകളായിക്കൊണ്ടിരിക്കുന്ന ഒത്തിരി സംഭവങ്ങൾ നമ്മുടെ മുൻപിൽ ചൂണ്ടിക്കാണിക്കുവാൻ നമുക്ക് കഴിയും. പ്രിയ സുഹൃത്തെ, പലരും മദ്യത്തിനും മയക്കുമരുന്നിനും അടിമപ്പെട്ട് ഡി അഡിക്ഷൻ സെന്ററുകളിൽ പോലും അഭയം പ്രാപിച്ചിട്ടും അവർക്ക് പുറത്തു വരുവാൻ കഴിയാതെ പോകുന്ന ഒട്ടനവധി സംഭവങ്ങൾ നമ്മുടെ മുൻപിലുണ്ട്. പ്രിയ സുഹൃത്തെ, ചെറുപ്രായത്തിൽ തന്നെ പലരും മദ്യത്തിനും മയക്കുമരുന്നിനും അടിമപ്പെട്ട് പല രോഗത്തിനും അടിമപ്പെട്ടിട്ട് അവർ ഹോസ്പിറ്റലുകളിൽ കടന്നു ചെന്നിട്ടും മരുന്നിന് പോലും അവരുടെ ശരീരത്തിന് പ്രതിക്രിയ ചെയ്യുവാൻ കഴിയാതെ പോകുന്ന ഒട്ടനവധി സംഭവങ്ങൾ നമ്മുടെ ചിന്തകളിൽ, നമ്മുടെ സമൂഹത്ത് നടന്നുകൊണ്ടിരിക്കുന്നത് നമുക്ക് കാണുവാൻ കഴിയും. കഴിഞ്ഞ ദിവസങ്ങളിൽ ഒരു വ്യക്തിയുമായി സംസാരിച്ചപ്പോൾ ഏകദേശം തൻ്റെ 9ാമത്തെ വയസ്സിൽ മദ്യപാനം തുടങ്ങിയിട്ട് ഇപ്പോൾ ഏകദേശം 10, 25, 30 വയസ്സായപ്പോൾ തൻ്റെ ജീവിതത്തിൽ രോഗം കടന്നു വന്നിട്ട് ഹോസ്പിറ്റലിൽ രോഗത്തിനു വേണ്ടി കടന്നു ചെന്ന് അതിനൊരു പരിഹാരം കാണുവാൻ ഡോക്ടറെ സമീപിച്ചപ്പോൾ ഡോക്ടർ പറഞ്ഞത് ഇപ്രകാരമാണ്: താങ്കളുടെ ജീവിതത്തിൽ അല്ലെങ്കിൽ ശരീരത്തിൽ മദ്യത്തിൻ്റെയും മയക്കുമരുന്നിൻ്റെയും അമിതമായ ഉപയോഗം കൊണ്ട് മരുന്നിന് പോലും തൻ്റെ ജീവിതത്തിൽ ഒരു വിടുതൽ നൽകുവാൻ കഴിയാത്ത ഒരു സാക്ഷ്യം ഇങ്ങനെ കേൾക്കുവാനിടയായി. പ്രിയ സുഹൃത്തെ, താങ്കളുടെ ജീവിതത്തിൽ വിടുതൽ നൽകുന്ന ഒരു നല്ല വർത്തമാനത്തെ ഈ ദേശത്തോട് അറിയിക്കുവാനാണ് ഒരു കൂട്ടം ചെറുപ്പക്കാരായ ഞങ്ങൾ ഈ ദേശത്തിലേക്ക് കടന്നു വന്നിരിക്കുന്നത്. പ്രിയ സുഹൃത്തെ, ഞങ്ങളുടെ മാതാപിതാക്കളുടെ പശ്ചാത്തലം പരിശോധിച്ചാൽ പലരും മദ്യത്തിനും മയക്കുമരുന്നിനും അടിമപ്പെട്ട് അവരും പാപത്തിൻ്റെ ലോകത്തിൻ്റെ മലിനമാകുന്ന അനുഭവത്തിലൂടെ കടന്നുപോയ വ്യക്തികളാണ്. എന്നാൽ അവർക്ക് സമൂഹത്തിൽ ഒരു മാന്യത ലഭിക്കാതിരുന്നപ്പോൾ അവരുടെ ജീവിതത്തിലേക്ക് ഇതുപോലെ അനേക ഭക്തന്മാർ വിവിധ സ്ഥലങ്ങളിൽ, ഗ്രാമങ്ങളിൽ, പ്രദേശങ്ങളിൽ കടന്നു ചെന്ന് സത്യസുവിശേഷം അറിയിച്ചതിൻ്റെ ഫലമായി അവരുടെ ജീവിതത്തിൽ രൂപാന്തരം സംഭവിച്ചത് ഞങ്ങൾക്ക് ഇന്നിവിടെ നിന്നുകൊണ്ട് അഭിമാനപൂർവ്വം വിളിച്ചു പറയുവാൻ കഴിയും. ഞങ്ങളുടെയൊക്കെ മാതാപിതാക്കൾ ഇന്ന് സമൂഹത്തിൽ ശ്രേഷ്ഠരാണ്. അവർ തല ഉയർത്തിപ്പിടിച്ചു നിൽക്കുന്ന വ്യക്തികളാണ്. അതിന് കാരണം എന്തെന്ന് ചോദിച്ചാൽ സത്യസുവിശേഷം അവരുടെ ജീവിതത്തെ സ്പർശിക്കുവാനിടയായി. പ്രിയ സുഹൃത്തെ, ഞങ്ങൾ ഈ ദേശത്തോട് വിളിച്ചു പറയുന്ന ഈ സുവിശേഷത്തിന് താങ്കളുടെ ജീവിതത്തിൻ്റെ അവസ്ഥകളെ, രോഗത്തെ, പുറത്തു വരുവാൻ കഴിയാത്ത ഏത് അവസ്ഥയായിരുന്നാലും അതിൽ നിന്ന് പുറത്തു കൊണ്ടുവന്ന് നിങ്ങളെ രൂപാന്തരപ്പെടുത്തുവാൻ കഴിയുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അത് ഞങ്ങൾക്ക്
അഭിമാനപൂരം ഞങ്ങൾക്കിവിടെ വിളിച്ചു പറയുവാൻ കഴിയും. ഞങ്ങൾക്കിവിടെ ഉച്ചസ്വരത്തിൽ മദ്യത്തിൻ്റെ ഒരു ലാഞ്ചന പോലും ഏൽക്കാത്ത വ്യക്തികളാണ് എന്ന് പറയുന്നതിൽ ഞങ്ങൾക്ക് അഭിമാനമുണ്ട്. ഞങ്ങളുടെ കൂടെ പ്രവർത്തിക്കുന്ന കർത്താവിൻ്റെ ദാസൻ കഴിഞ്ഞ നിമിഷങ്ങളിൽ മറ്റൊരു സ്ഥലത്ത് മെസ്സേജ് പറഞ്ഞപ്പോൾ തൻ്റെ ജീവിതത്തിൽ മദ്യത്തിനും മയക്കുമരുന്നിനും അടിമയായി ലോകത്ത് സമൂഹത്ത് ഒരു ഉയർച്ചയും അല്ലെങ്കിൽ ദേഷ്യം പരിഗണിക്കാതിരുന്നപ്പോൾ ക്രിസ്തു തൻ്റെ ജീവിതത്തിൽ സ്പർശിച്ചപ്പോൾ, ക്രിസ്തുവിൻ്റെ സ്പർശനം തൻ്റെ ജീവിതത്തിൽ അനുഭവിച്ചപ്പോൾ ഇന്ന് ദേശത്ത് രാജ്യങ്ങളിലൊക്കെ അറിയപ്പെടത്തക്ക നിലവാരത്തിൽ ഞങ്ങളുടെ ജീവിതത്തെ മാറ്റിമറിച്ച ഒരു സത്യമുണ്ട്. അത് ഞങ്ങൾ ഈ ദേശത്ത് ഉയർത്തിപ്പിടിക്കുന്ന കർത്താവായ യേശു ക്രിസ്തുവിന്റെ സുവിശേഷമാണ്. വിശുദ്ധ തിരുവെഴുത്തിൽ ഇപ്രകാരം ഒരു വചനം ഞങ്ങൾ നിങ്ങളുടെ മുൻപിൽ ചൂണ്ടിക്കാണിക്കാം. പലരും ഇന്ന് രക്ഷയ്ക്കു വേണ്ടിയും മറ്റു കാര്യങ്ങൾക്കു വേണ്ടി ഓടിക്കൊണ്ടിരിക്കുന്ന ഒരനുഭവം നമുക്ക് കാണുവാൻ കഴിയും. പലരും പലതും അന്വേഷിച്ചുകൊണ്ട് അവരുടേതായ സാമ്പത്തിക മേഖലകൾ അവർ ചിലവഴിച്ച് പലതും അന്വേഷിച്ചു കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നാം ജീവിച്ചു കൊണ്ടിരിക്കുന്നത്. മനുഷ്യൻ വിദ്യാഭ്യാസത്തിൽ വളരെ ഉച്ചസ്ഥാനത്തിൽ നിൽക്കുമ്പോഴും മനുഷ്യന് കരുണയില്ലാതെ മനസാക്ഷിയില്ലാതെ ഒത്തിരി ക്രൂര കൃത്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒട്ടനവധി സംഭവങ്ങൾ നമ്മുടെ മാധ്യമങ്ങൾ പരിശോധിച്ചാൽ നമുക്ക് കാണുവാൻ കഴിയും. ഇതിൻ്റെയൊക്കെ കാരണം എന്തെന്ന് ചോദിച്ചാൽ മദ്യത്തിനും മയക്കുമരുന്നിനും അടിമപ്പെട്ട് അവരുടെ പാപത്തിൻ്റെ സ്വഭാവം അവരുടെ ജീവിതത്തിൽ പുറത്തു വന്ന് അത് സമൂഹത്തിൽ പ്രദർശിപ്പിക്കുന്നതായി കാണുവാൻ കഴിയും. പ്രിയ സുഹൃത്തെ, പത്രവാർത്തകളിൽ ഇങ്ങനെ ഒരു സംഭവം പ്രഭാതത്തിൽ കേൾക്കുവാനിടയാൻ. പിതാവ് തൻ്റെ മകനെ കത്തിവെച്ച് കുത്തിക്കൊന്നതായിട്ട് വാർത്തയിൽ കൂടി കാണുവാൻ കഴിഞ്ഞു. അതിൻ്റെ കാരണം എന്തെന്ന് ചോദിച്ചാൽ മദ്യത്തിന് അടിമപ്പെട്ട് മദ്യത്തിൻ്റെ ആ അനുഭവത്തിൽ, ആ മദ്യത്തിൻ്റെ ലഹരിയിൽ പിതാവ് മകനെ കുത്തിക്കൊന്നതായിട്ടുള്ള ഒരു വാർത്ത ഇന്ന് പകൽ കേൾക്കുവാനിടയായി. പ്രിയ സുഹൃത്തെ, സ്വന്തം മക്കളെ പോലും ഒരു ദയയുമില്ലാതെ മദ്യത്തിൻ്റെ ലഹരിയിൽ കുത്തിമലച്ചുന്ന ഒത്തിരി അനുഭവങ്ങൾ സമൂഹത്തിൽ നമുക്ക് കാണുവാൻ കഴിയും, വാർത്തകളിൽ നമുക്ക് കാണുവാൻ കഴിയും. ഇതിൻ്റെയൊക്കെ കാരണം എന്തെന്ന് ചോദിച്ചാൽ മയക്കുമരുന്ന് താങ്കളെ കാർന്നു തിന്നുകൊണ്ടിരിക്കുന്ന ഒരു അനുഭവമാണ് കാണുവാൻ കഴിയുന്നത്. ഇതിൽ നിന്ന് പുറത്തു വരുവാൻ ഒരുപക്ഷെ താങ്കൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഞങ്ങളുടെ ഈ ശബ്ദം ശ്രവിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ താങ്കളെ രൂപാന്തരപ്പെടുത്തുവാൻ കഴിയുന്ന ഒരു നല്ല നസ്രയനെ ഇന്ന് ഞങ്ങൾ ഈ ദേശത്ത് പരിചയപ്പെടുത്തുകയാണ്. അത് മറ്റാരുമല്ല, ഇന്നേക്കും 2000 ആണ്ടുകൾക്ക് മുൻപ് കാൽവരിയുടെ കുലമരത്തിൽ യാഗമായി തീർന്ന ആ നല്ല നസ്രയന്റെ മുൻപിലേക്ക് താങ്കളെ തന്നെ സമർപ്പിക്കുവാൻ തയ്യാറാകുന്നുവെങ്കിൽ താങ്കളുടെ ഏത് പാപത്തിന്റെ മലിനതയുമായിക്കൊള്ളട്ടെ, അതിൽ നിന്ന് താങ്കളെ പുറത്തു കൊണ്ടുവന്ന ഒരു പുതിയ സൃഷ്ടിയാക്കി തീർക്കുവാൻ ഞങ്ങൾ ഇവിടെ പ്രസന്റ് ചെയ്യുന്ന കർത്താവിന് കഴിയുമെന്ന് ഞങ്ങൾ ഉച്ചസ്വരത്തിൽ ഞങ്ങൾ ദേശത്തോട് വിളിച്ചു പറയുകയാണ്. പല മാതാപിതാക്കൾക്കും തലമുറകൾ ഭാരമായി കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ്. പല മാതാപിതാക്കളും കുഞ്ഞുങ്ങളെ വാത്സല്യത്തോടെ വളർത്തി അവരുടെയൊക്കെ നന്മ അനുഭവിക്കാം, അവർ ഇന്ന സ്ഥാനങ്ങളിൽ എത്തിപ്പെടുമെന്നുള്ള വിശ്വാസമൊക്കെ പലപ്പോഴും മാതാപിതാക്കളുടെ ഹൃദയത്തിനകത്ത് ഉള്ളത് കൊണ്ടാണ് അവരെ വളർത്തിക്കൊണ്ടുവരുന്നത്. എന്നാൽ കുഞ്ഞുങ്ങൾ ഒരു പരിധിയാകുമ്പോൾ, ഒരു പ്രായമാകുമ്പോൾ അവരുടെ കൂട്ടുകെട്ടുകൾ അവരെ നാശത്തിലേക്ക് നയിക്കുന്നതായി നമുക്ക് കാണുവാൻ കഴിയും. നമ്മുടെ സമൂഹത്തിൽ നല്ല കൂട്ടുകെട്ടുകളുമുണ്ട്, ചീത്ത കൂട്ടുകെട്ടുകളുമുണ്ട്. പലപ്പോഴും ചീത്ത കൂട്ടുകെട്ടുകളിൽ പെടുന്ന അനേകം വ്യക്തികളെ മാതൃകയായി നയിക്കുവാൻ തൻ്റെ സ്നേഹിതന്മാർക്ക് പോലും കഴിയാതെയായിരിക്കുമ്പോൾ ഇങ്ങനെയുള്ള കവലപ്രസംഗങ്ങൾ അവരുടെയൊക്കെ ജീവിതത്തിന് ഒരു രൂപാന്തരം സംഭവിക്കുവാൻ ഇടയായി തീരുമെന്ന് ഞങ്ങൾ വിശ്വസിക്കുകയാണ്. പലപ്പോഴും നമ്മുടെ സമ്പന്ന കുടുംബങ്ങൾ നമ്മുടെ സമൂഹത്തിൽ കാണുവാൻ കഴിയും. സാമ്പത്തികമായി ഒത്തിരി നേട്ടങ്ങൾ അവരുടെ ജീവിതത്തിലുണ്ട്. എന്നാൽ ഭവനത്തിനകത്ത് സമാധാനമില്ലാതെ മദ്യത്തിനും മയക്കുമരുന്നിലേക്കും അടിമപ്പെടുന്നതായി കാണുവാൻ കഴിയുന്നു. കഴിഞ്ഞ ദിവസങ്ങളിൽ ഞങ്ങൾ പരസ്യയോഗമായി ലഹരിവിരുദ്ധ ബോധവൽക്കരണ സന്ദേശ യാത്രയായി അടൂരിന്റെ പ്രദേശങ്ങളിലായിരുന്നപ്പോൾ ഒരു സുമുഖനായ ഒരു ചെറുപ്പക്കാരൻ വളരെ ടിപ് ടോപ്പിലാണ് കടന്നു വന്നത്. പക്ഷേ താങ്കളുടെ ഉള്ളിൽ ഭരിച്ചുകൊണ്ടിരുന്നത് മദ്യത്തിന്റെ ഒരു ലാഞ്ചനയാണ്. വളരെ തട്ടിക്കയറി ഞങ്ങളോട് സംസാരിക്കുവാനിടയായി. പലപ്പോഴും പ്രിയ സുഹൃത്തെ, താങ്കൾ സമൂഹത്തിൽ ഒത്തിരി മാന്യനാണ്, വളരെ സമ്പത്തുണ്ട്, ഒക്കെ ഉണ്ട്, ശരിയാ. പക്ഷേ താങ്കളുടെ ജീവിതത്തിൽ സമാധാനം അനുഭവിക്കുവാൻ കഴിയുന്നുണ്ടോ? പ്രിയ സുഹൃത്തെ, ഞങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ സമാധാനം നൽകുന്ന ഒരു നല്ല കർത്താവിനെ ഇന്ന് ഇവിടെ പ്രസന്റ് ചെയ്യുകയാണ്.
വിശുദ്ധ തിരുവെഴുത്തിൽ ഇപ്രകാരം ഒരു വചനം ഞങ്ങൾ ചൂണ്ടിക്കാണിക്കാം: മറ്റൊരുത്തനിലും രക്ഷയില്ല, നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന് കീഴിൽ മനുഷ്യരുടെ ഇടയിൽ നൽകപ്പെട്ട വേറൊരു നാമവുമില്ല, അത് കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമമാണ്. പ്രിയ സുഹൃത്തെ, താങ്കൾ ക്രിസ്തുവിങ്കിലേക്ക് താങ്കളുടെ മനസ്സിനെ കൊടുക്കുവാൻ താങ്കൾ ഇന്ന് പകൽ ആഗ്രഹിക്കുന്നുവെങ്കിൽ ഒരു നിമിഷം ഏൽപ്പിച്ചു കൊടുക്കുവാൻ കഴിയുമോ? ഒരു പുണ്യസ്ഥലങ്ങൾക്കും ഒരു പുണ്യക്ഷേത്രങ്ങൾക്കും പള്ളികൾക്കും താങ്കളുടെ ജീവിതത്തെ രൂപാന്തരപ്പെടുത്തുവാൻ കഴിയുന്നില്ല എങ്കിൽ പലപ്പോഴും വർഷങ്ങൾ തോറും പുണ്യസ്ഥലങ്ങളിൽ സന്ദർശിച്ച് ഒരു രക്ഷ കരസ്ഥമാക്കാമെന്നുള്ള ചിന്തയിലൊക്കെ ആയിരിക്കാം താങ്കൾ കടന്നു പോകുന്നത്. എന്നാൽ അതിനൊന്നും താങ്കളുടെ ജീവിതത്തെ മാറ്റിമറിക്കുവാൻ കഴിഞ്ഞില്ല എങ്കിൽ ഇന്ന് പകൽ യേശുവിൻ്റെ പാദപീഠത്തിലേക്ക് താങ്കൾ വരുവാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ, ഭവനത്തിൻ്റെ ഏത് അനുഭവത്തിലായിക്കൊള്ളട്ടെ, താങ്കളൊന്ന് സമർപ്പിക്കുവാൻ തയ്യാറാകുന്നുവെങ്കിൽ താങ്കളുടെ ജീവിതത്തെ രൂപാന്തരപ്പെടുത്തുന്ന യേശുവിൻ്റെ സ്നേഹം താങ്കളെ സ്പർശിക്കുവാനിടയായിത്തീരും. യേശുവിൻ്റെ സ്നേഹം തങ്ങളെ സ്പർശിക്കുവാനിടയായിത്തീരും. കർത്താവായ യേശു ക്രിസ്തുവിന് താങ്കളുടെ മതം ഒരു പ്രശ്നമല്ല, താങ്കളുടെ കുലം ഒരു പ്രശ്നമല്ല, താങ്കളുടെ നിറം ഒരു പ്രശ്നമല്ല, താങ്കളുടെ സമൂഹത്തിലുള്ള നിലയും വിലയും കർത്താവിന് പ്രശ്നമല്ല. താങ്കളെ രൂപാന്തരപ്പെടുത്തുവാൻ ഞങ്ങളിവിടെ പ്രസന്റ് ചെയ്യുന്ന ക്രിസ്തുവിന് കഴിയുമെന്ന് ഞങ്ങൾ ഉറപ്പോടെ ഞങ്ങൾ ദേശത്തോട് വിളിച്ചു പറയുകയാണ്. പ്രിയ സുഹൃത്തെ, താങ്കളെ രക്ഷിക്കുവാൻ യേശുവിന് കഴിയും. യേശുവിൻ്റെ സ്നേഹം താങ്കളെ മാടി വിളിക്കുകയാണ്. യേശുവിൻ്റെ സ്നേഹം തങ്ങളെ സ്പർശിക്കുകയാണ്. നിങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ ഈ സന്ദേശം വിദേശത്ത് അറിയിക്കുമ്പോൾ ഒരു വ്യക്തിയുടെ ജീവിതത്തിലെങ്കിലും ഈ വാക്ക് സ്പർശിക്കുന്നുവെങ്കിൽ താങ്കൾ ഒരു നിമിഷം തങ്ങളെ തന്നെ സമർപ്പിക്കുവാൻ തയ്യാറാകുമോ? രക്ഷ പലവിധമാകുന്ന മുഖാന്തരങ്ങളിൽ കൂടി കരസ്ഥമാക്കുവാൻ താങ്കൾ ഇത്ര നാൾ ശ്രമിച്ചിട്ടും അത് നിഷ്ഫലമായി പോയെങ്കിൽ ഇന്ന് പകൽ യേശുവിൻ്റെ പാദപീഠത്തിലേക്കൊന്ന് സമർപ്പിക്കുവാൻ തയ്യാറാകുമോ? താങ്കളെ രക്ഷിക്കുവാൻ കഴിയുന്ന യേശു ഇന്ന് ഈ ലോകത്തിലുണ്ട്, ഞങ്ങളോടൊപ്പമുണ്ട്. ആ ക്രിസ്തുവിനെ നിങ്ങളുടെ മുൻപിൽ വരച്ചു കാണിച്ച് ഞങ്ങളുടെ സന്ദേശത്തിന് ഇന്ന് ഈ പകൽ വിരാമം കൊണ്ടുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾക്ക് വിരാമമിടുന്നു. കർത്താവായ യേശു ക്രിസ്തു നിങ്ങളെ അനുഗ്രഹിക്കട്ടെ, സഹായിക്കട്ടെ. ദൈവം നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ.